വെൽക്കം ടു ലുബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ച് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്രെഡ് വടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നോർമൽ സൈസിലുള്ള ബ്രെഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രെഡ് ഫുള്ളായിട്ട് എടുക്കാം. ഇനി ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഒന്ന് 2-3 പ്രാവശ്യം കറക്കുമ്പോൾ തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പം 3 സവാള വളരെ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സവാള എടുക്കുമ്പോൾ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, നമ്മൾ മുട്ടക്കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ മല്ലിയില, ഞാനിപ്പോൾ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ആവശ്യമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായം കൂടി ഇട്ട് കൊടുക്കണം. കായത്തിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 8 ബ്രെഡ് എടുക്കുമ്പോഴാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ഞാൻ 3 സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ബ്രെഡും സവാളയും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ടേസ്റ്റ് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം കൂടി മൈദപ്പൊടിയിലിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കായും ഒക്കെ എല്ലായിടത്തും പിടിക്കുന്നവരെ നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ബ്രെഡ് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടത് ബ്രെഡ് പൊടിയും ഈ നമ്മളിട്ട സവാളയൊക്കെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർക്കണം കേട്ടോ. അപ്പം ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം ചേർക്കുവാണ്. വെള്ളം ചേർക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും കൂടി പോകരുത്. ഇത്രയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ എനിക്ക് വന്നുള്ളൂ. അപ്പം വെള്ളം കുറേശ്ശെ ആയിട്ട് വേണം നനച്ചു കൊടുക്കാൻ. കുറച്ച് വെള്ളം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. അപ്പം വളരെ കുറച്ച് വെള്ളം ഇപ്പോൾ ഇത്രയും വെള്ളം തന്നെ മതി. നമ്മൾ 2-3 പ്രാവശ്യം കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ വെള്ളം ഓക്കെ ആയിട്ട് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാവും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇത് ഒട്ടി വരുന്നുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം പിടിച്ച് നന്നായിട്ട് ഒട്ടി വരും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ വെള്ളം വീതം പതുക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ബോളാക്കി എടുക്കാൻ പറ്റും. ഒറ്റ ബോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുത്ത് വേണം നമ്മൾ വട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്ന് വടയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് നന്നായിട്ട് ഹോൾ ഇടാൻ പറ്റും. പിന്നെ ആകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഹോൾസ് ഇട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ഷേപ്പിലുള്ള ബ്രെഡ് വട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ച് കുക്ക് ചെയ്യരുത്. ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ വെച്ച് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പം സൈഡ് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കിത് വേണമെങ്കിൽ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ബ്രൗൺ ആവരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. അപ്പം ഞാൻ അതുപോലെ കുറച്ച് വടകൾ കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആ ഒരു സെറ്റ് വട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളൊരു വടയാണ്. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രെഡ് ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈസി വടയാണ്. ഈ ഷേപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ.